ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ധനുഷ്കോടിയാണ്. ധനുഷ്കോടിയല്ല, നിലവിലിപ്പോൾ ഞാൻ രാമേശ്വരത്താണ്. രാമേശ്വരം അതുകൊണ്ട് ഈ കാണുന്ന ഉദയ ലോഡ്ജ് ഉണ്ടോ, ആ ഒരു മനുഷ്യൻ ഫ്രണ്ടിലിരിക്കുന്ന ആ താഴത്തെ ഫ്ലോറ് ഹോട്ടലാണ്. മുകളിൽ 3 റൂമുണ്ട്, അതിലൊരു റൂം എൻ്റെയാണ്. ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞാൻ കുറേ ഇടത്ത് തപ്പി, അപ്പോൾ 1000 മുകളിലോട്ടാണ് റേറ്റ്. ഇവിടെ വന്നപ്പം ലോഡ്ജ് എന്നൊരു പേര് കണ്ടുകൊണ്ടാണ് ഈ കയറിയത്. ലോഡ്ജ് എന്നൊരു പേര് കണ്ടപ്പം എനിക്ക് റേറ്റ് കുറവായിരിക്കും എന്ന് തോന്നി. ഒരു ദിവസത്തേക്ക് 800 രൂപ, 2 ദിവസത്തേക്ക് 1800 രൂപയാണ്. 1600 രൂപ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കിംഗ് റൂംസ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പാർക്കിങ്ങും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ പാർക്കിംഗ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ, ഫുട്പാത്തിലാണ് വണ്ടി കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ധനുഷ്കോടിയിലോട്ടാണ് പോകുന്നത്. എനിക്ക് ക്യാമറ ഞാൻ ഓണാക്കിയ സമയം മോശമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇരുട്ടാണ്. ഇപ്പം സമയം 5:30 ആണ്. കറക്റ്റ് 5:26 അബ്ദുൽ കലാമിന് പഠിച്ച സ്കൂൾ, അബ്ദുൽ കലാമിൻ്റെ വീട്, ഇതൊക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അകത്തോട്ട് നമ്മൾ കയറുന്നില്ല, നമ്മൾ പുറമേ നിന്നൊന്ന് കാണണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ധനുഷ്കോടിയിലോട്ട് പോവാം. ഇന്നലെ ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, നമ്മുടെ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര അത് വളരെ 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 അടിപൊളി ഒരു യാത്രയാണ്. ഏതൊരു ബൈക്കർക്ക് ഇഷ്ടപ്പെടുന്നൊരു യാത്രയാണ്. കാരണം അമ്മാതിരി റോഡ് നമ്മൾ ഇന്നലത്തെ കഥകൾ പറഞ്ഞ് വെറുതെ ലാഗടിപ്പിക്കുന്നതിനേക്കാൾ ഇന്നത്തെ കഥകളാണ്. ഞാൻ ഇത്ര നേരം ചെക്ക് പോസ്റ്റ് കുടുങ്ങി കിടന്നിരുന്നത്. ചെക്ക് പോസ്റ്റ് നമുക്ക് കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും 6 മണിക്കാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കാളക്കോട്ടെ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. ഇതാണ് ധനുഷ്കോടിയുടെ എൻട്രൻസ്. നമ്മളിപ്പോൾ ധനുഷ്കോടിയിലേക്കുള്ള മെയിൻ റോഡിലാണ്. എനിക്ക് വേണമെങ്കിൽ കത്തിച്ച് വിട്ടങ്ങ് പോകാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനായിട്ട് എനിക്കൊരു താല്പര്യമില്ലായ്മ. കാരണം ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ ആ ഒരു സ്ഥലം കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ മോനെ, ഒരു ഓപ്പൺ ഏരിയ തെളിഞ്ഞ് വന്നു നോക്കണം. എനിക്ക് റോഡിന് കുറുകെ വെച്ചിട്ട് വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ, അത് ബൈക്കിലൊന്നുമല്ല, ബസ്സിലാണ് വരുന്നത്. ഞാൻ കടൽ കണ്ടു ഗൈസ്, ഫ്രണ്ടിൽ കടൽ കണ്ടു ഗൈസ്. ഫ്രണ്ടിൽ കടൽ കടലല്ലേ ആണ് റൈറ്റ് സൈഡിൽ കാരണം, അല്ല ലെഫ്റ്റ് സൈഡിൽ ബംഗാൾ ഉൾക്കടലാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്, വലതുവശത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. നമുക്ക് ഈ 2 സൈഡിൽ ഈ ചെടികൾ തീരുന്നത് വരെ നമുക്ക് അത്യാവശ്യം കൈ കൊടുത്തങ്ങ് പോവാം. എൻ്റെ പൊന്നെ, വ്യൂ ഒന്നും ഇല്ലയോ? ഫുള്ള് ഈ മരങ്ങൾ കാരണം എനിക്ക് നല്ല വ്യൂ കിട്ടുന്നില്ല. ഇടതുവശം കടല്. നിങ്ങൾ നോക്കിയപ്പോൾ കടൽ കാണാതെ അന്ന് വന്നിരുന്നു. കടലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു യാത്ര ആഗ്രഹിച്ചു വരണം മക്കളെ, എന്നാലേ നിങ്ങൾക്ക് ഈ കടൽ കാണുന്നതിൻ്റെ സന്തോഷം മനസ്സിലാവത്തുള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി, ഡോമിനാർ 400. എൻ്റെ മോനെ, ഈ വണ്ടിയുടെ ആ ഒരു ഇത് ഫീൽ നോക്കുക. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും അങ്ങ് ഈ റോഡ് നീണ്ടു നിവർന്ന് കിടക്കുന്ന 10 കിലോമീറ്ററിൽ കൂടുതൽ, 10-18 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു റോഡിൽ അവിടെയും വണ്ടിയില്ല ഇവിടെയും വണ്ടിയില്ല. 2 സൈഡിലും കടൽ. കണ്ടില്ലേ, 2 സൈഡിലും കടലാണ്. 2 സൈഡിലും കടൽ. ആ കടലിൻ്റെ നടുക്ക്, 2 കടലിൻ്റെ ഇടയ്ക്ക് ഇത്ര നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു റോഡിൽ നമ്മുടെ ഈ ഒരു ഡോമിനാർ 400 എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് നോക്കി, അവൻ്റെ ഒരു ഗാംഭീര്യം ഒന്ന് നോക്കിയത് നിങ്ങൾ. എൻ്റെ മോനെ, വണ്ടിയില്ല. നിങ്ങൾക്കാണെങ്കിൽ ഈ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ റോഡ് ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടണം, മറ്റൊരു വണ്ടിയും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് 6 മണിക്ക് തന്നെ ഇവിടേക്ക് എൻട്രൻസ് ചെയ്യുക.
മനസ്സിലായല്ലേ? 6 മണിക്ക് തന്നെ കയറി വരികയാണെങ്കിൽ കുറച്ച് വണ്ടികൾ കാണാം, അവർ നമ്മളൊക്കെ മുമ്പേ അങ്ങ് പൊക്കോളും, അവരെ കടിച്ചു വിട്ട് പോട്ടെ, അല്ലെങ്കിൽ അവർ വഴിയിൽ എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും. പക്ഷേ ഒരുപാട് വണ്ടികളൊന്നും ഈ ഒരു സമയത്ത് വരത്തില്ല. നമുക്ക് സുഖമായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. ആ ഒരു ഫീലൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ഹോട്ടലുകളാണ്. ഇഡലി ദോശയൊക്കെ ഇവിടെ കിട്ടും. രാവിലത്തെ പ്രാതൽ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ, നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഇവിടെ ഫിഷാണ്, ഇവിടെ ഇട്ടാണ് ഫിഷ് വറക്കുന്നത്. കാരണം ആ ഒരു വീപ്പയുടെ മേളിൽ ഇരിക്കുന്ന കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇവർ മീൻ വറക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം ആ രീതിയിലാണ്. ഇവിടെ ഫുള്ള് ഹോട്ടൽ, അടുപ്പിച്ച് ഹോട്ടലാണ്. ഇത്രയും ഹോട്ടലുകൾ വരണമെങ്കിൽ ഇവിടെ ഒരു മയിലിൻ്റെ കുട്ടിയും, നിങ്ങൾ മയിലിൻ്റെ കുട്ടിയും കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ട മയിലുണ്ട്, മയിലിൻ്റെ കുട്ടിയും കൂടെ നടക്കുന്നത്. അയ്യോ, കുഞ്ഞമ്മയിലിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ചമ്മയിൽ ഇവിടെ ഉണ്ട്. അച്ചമ്മയിൽ കണ്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ട, അച്ചമ്മയിൽ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ, മയിൽ ഫാമിലി. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഇത് കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരുപാട് മയിലാണ് ഗൈസ്, ഒരുപാട് മയിലുകൾ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഒരു മയിലിൻ്റെ തോട്ടമാണെന്ന് തോന്നുന്നു. ഇത്രയും മയിലുകളെ നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇവിടെ ഫുള്ള് മയിലുകളാണ്, ഒരുപാട് മയിലുകൾ. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കണ്ടു. ഇവിടെ കോഴി പോലെ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല, അതെല്ലാം മയിലുകളാണ്. നമ്മളത് കാണാനല്ലേ വന്നത്. ഇതാണ് നമ്മുടെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പണ്ട് അന്ന് വന്ന ഒരു കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ധനുഷ്കോടിയുടെ പഴയ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണിത് കേട്ടോ. പാനയാണ്, ഉണങ്ങിക്കരിഞ്ഞ പാന. ഇവിടെ വാട്ടർ പമ്പൊക്കെ വെച്ചിരിപ്പുണ്ട്. റെയിൽവേ പാളം. ഇതാണ് അന്നത്തെ ആ ഒരു റെയിൽവേ പാളം എന്ന് പറയുന്നത്. ഇതിലേക്കൂടെ വന്ന് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. പണി പാലിമളത്തിൽ കിട്ടുന്നത് തോന്നുന്നു കേട്ടോ. രാവിലെ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓടരുത്, കാരണം കുറച്ച് പട്ടികൾ ഇവിടെ സീന. നമ്മൾ തിരിഞ്ഞിങ്ങനെ ഫേസ് കൊടുത്തങ്ങ് നടക്കണം. ഇവറ്റുകൾക്ക് കൂട്ടത്തോടെ നിൽക്കുമ്പോഴേ ഇച്ചിരി പ്രശ്നമാണ്. ഒറ്റയ്ക്കുള്ളെങ്കിൽ നമ്മൾ കല്ലെടുത്തെറിഞ്ഞങ്ങ് പോകും. രക്ഷപ്പെട്ട്. എൻ്റെ ചങ്ക് ശരിക്കും അങ്ങ് പിടച്ചില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടിറങ്ങാം. ഓടാൻ പാടില്ല. ഞാൻ പോടത്തില്ലടാ. ഞാനൊരു പട്ടിയെ വളർത്തുന്നവനാ, എനിക്കറിയാം നിൻ്റെയൊക്കെ സ്വഭാവം. സീനാണ്. റോഡിൽ കയറാം. ഓക്കെ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് കടി കൊണ്ട് ചത്തന്ന്. പുല്ല് ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പട്ടിയുടെ കടി കൊണ്ട് ചാവും. അല്ലെങ്കിൽ അയ്യോ, ഒറ്റ മനുഷ്യനില്ല. ഇവിടെ മൊത്തം പട്ടികളും മയിലുകളും മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങേറ്റം പോയിട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോഴേ നമുക്ക് സ്ഥലമെല്ലാം കാണാം. അപ്പോൾ ഈ പട്ടികളൊക്കെ അങ്ങ് പൊക്കോളൂ. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ ചങ്കങ്ങ് ഇടിച്ച്. നിങ്ങളെല്ലാം കണ്ടായിരുന്നോ?